വന്ദനയാണ്. അവസാനം മംഗളമാണ്. വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവങ്കൈ തൊഴും വാണി വൈഭവമോഹിനി ത്രിജഗതം നാഥേ വിരിഞ്ഞ പ്രിയേ വാണീ ദോഷമശേഷമാശുകളവൻ എന്നാവിലാത്താതരം വാണിയിടേണം നിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു അംബികേ. അമ്പത്തൊന്നക്ഷരത്തിൻ മധുരിമ നിറയും നൈഷധം ശംഭു ഭാഷാസമ്പത്തായി ദേവവാണി പദ നിരയൊഴുകും കാവ്യസാഹിത്യതീർത്ഥം സാമ്പേറും ശോകരാജീസുരഭിലരസികോദാത്തഹാരോപഹാരം ചെമ്പൊൽത്താക്കാന്തി ചിന്തും വരമൊഴി ഹൃദയാധീശ്വരി തത്പ്രസാദം സാന്ദ്രാനന്ദാവബോധൽപകമൽപമിതം കാലദേശാവകിത്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാത്മകം ബ്രഹ്മതത്വം തത്താവൽപാദി സാക്ഷാൽ ത്രിഭുവനപുരേ അന്തഭാഗ്യം ജനാനാം വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതീരേന്തുന്ന പൂന്തേൻകുഴമ്പേ ചെമ്പുൾത്താർബാണഡംഭപ്രശമനസൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ മുമ്പിടുന്നേങ്ങളകിണ മലയാധീശ്വരീ വിശ്വനാഥേ. ഇന്നത്തെ ദിവസത്തിനനുസരിച്ച് പഠിക്കണം. മംഗളമെന്നൊന്നും പറയുന്നത് പഠിക്കട്ടെ. നീ വാവാ വിളിച്ചുറിയുന്നതം നീ കുമാര ഇന്നല്ലോ നിൻ പിറന്നതാൽ ഉടിയണിയുവണി എന്തിവണ്ണം നടപ്പാൻ യശോദ വചനമതുമെല്ലത്തിരിച്ചോരുണ്ണി കണ്ണന്റെ ഭാവം അറിപ്പുനരുന്ന കൺമതിൻ ഭാഗ്യമുണ്ടോ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. കാമിനീരിതികളു സൂര്യപദ്ദികിരീടമുദ്ധതിലകം ഭവത്വാസിഫാനന്തരം കാരുണ്യാകുല നേത്രമാകഥിതോല്ലാസം സുനാഥാപുടം കണ്ടോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം മനമാല്യകാരപടല ശിവസതീർത്ഥം ഭജേ. അമ്പത്തൊന്നക്ഷരം വമ്പിന കൃപയോടുമെന്നാവിൽ മുമ്പങ്ങെഴുത്തി ഇമ്പത്തിൽ പഠിക്കേണ്ടവ പലതും ഇവണ്ണം പഠിപ്പിച്ചു ചെമ്മേ. വമ്പിച്ചോരന്ധകാരം ഹൃദിഹിതമൊടു നീക്കി പ്രകാശമുള്ളിൽ സമ്പന്നാമോദമേ കീടിന ഗുരുവരനെ കുമ്പിടുന്നേൻ സദാ ഞാൻ. അർത്ഥം ചേരും പദം പോൽ ജനകജനനിമാർ ചേർന്നു നിൽക്കെ പെരുങ്കാതത്യർത്ഥം വീശുമെല്ലെ കുളിരു വിതറുമാവൻപനം വാരണാസ്യൻ അർത്ഥം ശോഷിച്ചനർത്ഥച്ചുഴിയിലുഴലുമെന്നാവിനെ കെട്ട നിത്യം നൽപ്പും കൽപ്പും വിഘാതക്കൊടുമുടി പൊടിയാക്കുന്ന തുമ്പിക്കരത്താൽ ആരെ പൂജിച്ചു ദേവാസുരനരനികരം നല്ല കാര്യങ്ങളോരോന്നാരംഭിക്കെ തടസ്സം സകലമകലുവൻ താണിരന്നാശ്രയിപ്പൂ
ആ വിഘ്നേശൻ ഗജാസ്യൻ നിജകരകലശം തെല്ലു ചാച്ചൻ പൊടിച്ചാവൂ തെറ്റൊന്നു പറ്റാമൃതവിരതമെൻ ശ്ലോകമോതുന്ന നാവിൽ ആളീടും പ്രേമമോടെ കടമിഴിമുന കൊണ്ടഞ്ഞു നീയൊന്നു തല്ലുമ്പോളിക്കല്ലും കുലുങ്ങും മൃദുലഹൃദയനാം സർവനെങ്ങെന്തു പിന്നെ ആളീവാക്കി വിധം കെട്ടളവ വളയുടൻ പുഞ്ചിരി കൊണ്ടു കേളീ നാളീകത്താരടിക്കും നഗതനയ ശുഭം നൽകണം നാളിൽ നാളിൽ. അവസാനം മംഗളമാണ്. വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവങ്കൈ തൊഴും വാണി വൈഭവമോഹിനി ത്രിജഗതന്നാഥേ വിരിഞ്ഞപ്രിയേ വാണീ ദോഷമശേഷമാശുകളവൻ എന്നാവിലാത്താതരം വാണിയിടേണം നിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു അംബികേ. അമ്പത്തൊന്നക്ഷരത്തിൻ മധുരിമ നിറയും നൈഷധം ശംഭു ഭാഷാസമ്പത്തായി ദേവവാണി പദ നിരയൊഴുകും കാവ്യസാഹിത്യതീർത്ഥം ആംബേറും ശ്ലോകരാജീസുരപിലരസികോദാത്ത ഹാരോപഹാരം ചെമ്പൊൽത്താർ കാന്തി ചെന്നും വരമൊഴി ഉദയാധീശ്വരി തത്പ്രസാദം. സാന്ദ്രാനന്ദാവബോധാത്മകമൽപമിതം കാലദേശാവകിത്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാത്മകം ബ്രഹ്മതത്വം തത്താവൽപാദി സാക്ഷാൽ ത്രിഭുവനപുരേ അന്തഭാഗ്യം ജനാനാം. വേദമാകുന്ന ഷാഹിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതീരെന്തുന്ന പൂന്തേൻകുഴമ്പേ ചെമ്പുൽത്താർബാണഡംഭപ്രശമനസുഹൃതോപാപ്തസൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ മുമ്പിടുന്നേൻ കളരിണ മലയാധീശ്വരീ വിശ്വനാഥേ. ഇന്നത്തെ ദിവസത്തിനനുസരിച്ച് പഠിക്കണം. അതായത് മംഗളം എന്നൊന്നും പറയുന്നത് തോൽപ്പ് പഠിക്കട്ടെ. നീ വാവാ വിളിച്ചുറിയുന്നതും നീ കുമാര ഇന്നല്ലോ നിൻ പിറന്ന നാൾ ഉടിയണിയുവണി എന്തിവണ്ണം നടപ്പാൻ യശോദ വചനമതുമെല്ലത്തിരിച്ചോരുണ്ണി കണ്ണന്റെ ഭാവം അറിപ്പുനരൊരു നാൾ കാണുന്നതിൻ ഭാഗ്യമുണ്ടോ? വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. കാമിനീരിതികരു സൂര്യപദ്ദികിരീടമുദ്രതിലകം ശ്രീപാലാന്തരം കാരുണ്യാകുല നേത്രമാലകഥിതോല്ലാസം സുനാസാപുടം കണ്ടോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം മനമാല്യകാരപടല ശിവസതി ഭജേ. അമ്പത്തൊന്നക്ഷരം വമ്പിന കൃപയോടുമെന്നാവിൽ മുമ്പങ്ങെഴുത്തി ഇമ്പത്തിൽ പഠിക്കേണ്ടവ പലതും ഇവണ്ണം പഠിപ്പിച്ചു ചെമ്മേ. വമ്പിച്ചോരന്ധകാരം ഹൃദിഹിതമൊടു നീക്കി പ്രകാശമുള്ളിൽ സമ്പന്നാമോദമേ കീടിന ഗുരുവരനെ കുമ്പിടുന്നേൻ സദാ ഞാൻ.
അർത്ഥം ചേരും പദം പോൽ ജനകജനനിമാർ ചേർന്നു നിൽക്കെ പെരുങ്കാതത്യർത്ഥം വീശുമെല്ലെ കുളിരു വിതറുമാ വൻപനം വാരണാസ്യൻ അർത്ഥം ശോഷിച്ചനർത്ഥച്ചുഴിയിൽ ഉഴലുമെന്നാവിനെ കെട്ട നിത്യം നൽപ്പും കെൽപ്പും വിഘാത കൊടുമുടി പൊടിയാക്കുന്ന തുമ്പിക്കരത്താൽ ആരെ പൂജിച്ചു ദേവാസുരനരനികരം നല്ല കാര്യങ്ങളോരോന്നാരംഭിക്കെ തടസ്സം സകലമകലുവാൻ താണിരന്നാശ്രയിപ്പൂ ആ വിഘ്നേശൻ ഗജാസ്യൻ നിജകരകലശം തെല്ലുചാച്ചൻ പൊടിറ്റിച്ചാവൂ തെറ്റൊന്നു പറ്റാമൃതവിരതമെൻ ശ്ലോകമോതുന്ന നാവിൽ ആളീടും പ്രേമമോടെ കടമിഴിമുന കൊണ്ടഞ്ഞു നീയൊന്നു തല്ലുമ്പോളി കല്ലും കുലുങ്ങും മൃദുലഹൃദയനാം ശർവനെങ്ങെന്തു പിന്നെ ആളീവാക്കി വിധം കെട്ടളവ വളയുടൻ പുഞ്ചിരി കൊണ്ടു കേളി നാളീകത്താരടിക്കും നഗതനയ ശുഭം നൽകണം നാളിൽ നാളിൽ നിന്റെ കാലപ്പിട കളവനരപ്പാളി മുപ്പർക്കുവൈക്കൊപ്പെന്തെല്ലാം തുമ്പവമ്പമ്പിടി കുടിമഴുമാൻ നിറലിമ്പാറു പോലും എന്നല്ല പാർപ്പതോ പാച്ചുടലയിൽ ഇതുപോ കെട്ടിയോനേതു പെണ്ണിനെങ്ങുണ്ട് പാവമയ്യോ മലമകളെ ജാതകം ജാതി തന്നെ ഏറെ കീറിയ കൂറയാരമറച്ചീടും സുധാമാവിനും മാറിൽ കൗസ്തുഭരത്നലക്ഷ്മിയണിയും ഗോവിന്ദനും തുല്യമായി ആരത്യുത്തമ ശിഷ്യവത്സലതയെ പങ്കിട്ടു പുണ്യാശ്രമ പ്രാരാബ്ധങ്ങളും ആ മുനിപ്രവരനാണ് അന്യാദൃശാധ്യാപകൻ ആവതോളമിക നിത്യവും ഭുജിക്കാവതൈപ്പലപദാർത്ഥമില്ലയോ പാവമീ നിരപരാധിപക്ഷിയെ കൊൽവതെന്തിന്നു മനുഷ്യരഷ്ടമേ പാരം കരിമ്പു മനസമ്മുളയേലമിഞ്ചി കേരം കമുങ്ങു തളിനെറ്റിലയത്തവാഴ ഈ രമ്യ വസ്തുതതി ചേർന്നു വിളങ്ങുമീതൽ പാരഗ്രകൽപ്പതരുമണ്ഡിതനന്ദനാഭം ഇല്ല നിങ്ങളെ നനച്ചിടാതെയൊരു നാളവൾക്കു ജലപാനവും പല്ലവം കൊടുപതില്ലയെ വളതണിഞ്ഞിടൻ കൊതിയിരിക്കലും നല്ലൊരു ഉത്സവമിവൾക്കു നിങ്ങളുടെ ആദ്യമായ പുതുമോദ്ഗമം വല്ലഭന്റെ ഗൃഹമശകുന്തളകിടുന്നു വിട നൽകുവിൻ നീരാടും ജട നീറണിഞ്ഞ തിരുമൈ നീറുന്ന തൃക്കണ്ണുമാ നീരന്ത്ര പ്രണയാഭിഷിക്ത ഹൃദയം നഞ്ഞാണ്ട കണ്ഠസ്ഥലം കാളാഹിച്ചുരുൾ കങ്കണം ശിലഗ്രഹം കാളപ്പുറം തേർത്തടം കാലാരേ ചുടലക്കളക്കളരിയാശാനെ നമിക്കുന്നു ഞാൻ കെട്ടിവയ്ക്കുവിനറുത്തു നൽകുണ ഗണങ്ങള ഋഷിഫലങ്ങളെ കട്ടിടില്ലതുകൾ തസ്കരൻ നൃപതി കണ്ടു കെട്ടുകയുമില്ലതാൻ ഒട്ടി നിന്ന മുതലും സുഖങ്ങളും ഉയർന്ന മേന്മയുമകന്നുപോം വിട്ടിടില്ലതുകൾ പോകിലും വിമല കാന്തിയാർന്നമാരെയും ഘടഘടരവമോടഗ്രഭാഗങ്ങൾ ചുറ്റിക്കെട്ടിട്ടാടുന്ന ഞാണർ നടു ഉടനെ ഒടിഞ്ഞിടുമിച്ചാപദണ്ഡം
ഒട്ടുക്കൊന്നായി ഗ്രസിപ്പാനലറി രസനയെ ദംഷ്ട്രമുട്ടുന്ന മട്ടിൽ പെട്ടെന്നാട്ടിപ്പിളർക്കും വികടയമമുഖത്തോടു നേരായിടട്ടെ. ഓടീതോടികൾ ുള്ളിലുണർന്നു ദീപ്തമായി ധർമ്മസംസ്കാരോപാസന ശക്തിയായി ചിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ടതിലിരിക്കുന്നന്തരാത്മാവിനെ അന്തരാത്മാവിൻ തേരോടിക്കണം എന്റെ കാവ്യകരയെ കൊണ്ടാകുവോളം വരെ. ഒന്നോ രണ്ടോ മണിക്കൂറിട മനമറിയാമട്ടിലെന്തൊക്കെയോ ചെയ്തോളം തന്നു മാധ്യക്കടൽ നടുവിലെണീറ്റായവൻ നീന്തി നോക്കി പൊന്നോമൽ കാന്തതന്മയിൽ മെല്ലെ തന്നോടൊപ്പിച്ചമർത്തി തഴുകിയൊരു വിധം ഗദ്ഗതം കൊണ്ടുരച്ചു. അത് കുഴപ്പമില്ല, പായൊക്കെ നമുക്ക് ഇഷ്ടം വേറെ ചിലത് തന്ന് ൂണല്ലുന്തിച്ചടച്ചാടിയ മമ കവിത പയ്യനെ സന്ധ്യ നേരത്താണല്ലോ ഞാൻ കറക്കാൻ തുനിയുന്നത് ഭവാനിഷ്ട നൈവേദ്യമേലൻ താണേന്നൂണേനകെട്ടിൽ പല കുറി ഒടുവിൽ ചെറ്റ് കൈവന്ന ദുഃഖം നാണം കെട്ടാണ് വയ്ക്കുന്നത് പദമലരിൽ ഗോകുലാനന്ദമൂർത്തേ. തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിലൊരു കുടം പോലെ പൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കൻ കുളിരിളകുമിളങ്കാറ്റുതാനേ നിലച്ചു. മങ്ങിക്കാണുന്ന ലോക പ്രകൃതിയുടെ പകർപ്പെന്ന മൺ തന്നു മൗനം തങ്ങിക്കൊണ്ട അർദ്ധരാത്രിക്കൊരു പുരുഷനിരുന്നേടിനാൻ ആടലോടെ. മണപ്പിച്ചു ചുംബിച്ചു നക്കിക്കടിച്ചിട്ടിണങ്ങാതെ ദൂരത്തെറിഞ്ഞുരങ്ങൻ മണിശ്രേഷ്ഠ മഴല്ല ഉള്ളുകാൺമൻ പണിപ്പെട്ടുടയ്ക്കാഞ്ഞതേ നിന്റെ ഭാഗ്യം. മാരാരേ കരുണാകരാ മമ മനസ്സംസ്ഥാനികാഭ്യന്തര ശ്രീരംഗത്തെ അലങ്കരിപ്പൊരു ഭവാനോടും നിരക്കുന്നു ഞാൻ. പ്രാരബ്ധച്ചുളിയിൽ കിടന്നെരിവൊലിക്കൊള്ളുന്നൊരെന്നിന്ത്യ പോരാളി തൊഴിലാളിമാരെ നിയതം നീതന്നയിച്ചിടണം. പ്രാണേശിത്രേ പ്രണയവസ്ത്രേ വല്ല ജോലിക്കുമായി ഞാൻ പണേനാലുപകരണൽപ്പദൂരപ്യതാരെ ഏണേറ്റം നീ വലയുവതുകൾ പ്രതുന്നതിനാലാണ് ചേതസ്സതി ചകിതമാകുന്നത് ലക്ഷണമേ. കണ്ടകാടുകളിലൊക്കെ അലഞ്ഞും കൊണ്ടുകൊമ്പുകളൊടിച്ചു ചവച്ചും മണ്ണുവാരി മുതുകർത്തു ചൊരിഞ്ഞും പൊണ്ണരായ കരിവീരർ നടന്നു. മെയ്യിൽ പാർവതി പാതികരിയും പങ്കിട്ടെടുത്തിടവേ പോയല്ലോ ഹരനെന്നു ഗംഗയുടനെ ചെന്നങ്ങു ചേർന്നാടിയിൽ വാനത്തമ്പിളിലേഖ പാമ്പുകുഴിയിൽ സർവജലാനീശ്വരാസ്ഥാനണ്ടു ഭവാൻ കലെങ്കിൽ മകു ഭിക്ഷാടനം ഭൂപതേ. കൂട്ടം കറികളിവനിരുന്നുണ്ണുവാൻ
തിന്നുതുപ്പാൻ പാണപ്പെണ്ണെ സുഗന്ധപ്പൊലിവടകിയ നീ 3 പേരെ തരേണം. ക്ഷീണം തീർക്കാൻ കിടക്കം ബലമൊടു ചുമലത്തേക്കണം. നല്ല വീട്ടിത്തൂണഞ്ചും വേറെ 4 ആൾ വരരുചി വരനായി വന്നു നിന്നാശ്രമത്തിൽ. ക്ഷീരമുണ്ടു സരസംഭുജിപ്പതിനിരിപ്പതിനു മണിപഞ്ചരം. ദൂരവേ മശകദംശ ചിന്തയുമജസ്രമെത്ര പരിലാളനം. നേരതൊക്കെയും അധാവി കാനന വിഹാരമോർത്തു വിമനായിക. ധീരസുന്ദരി കൃതാർത്ഥഭാവമണയുന്നതില്ലവലേശവും. അവിടെ ഇരട്ടിപ്പ് വേണം. 20 നോവറ്റും കുളിർ തന്നലൊന്നിളകിയാൽ കൂടി കുഴഞ്ഞാടിടും തൈവാതച്ചെറുചില്ലമേൽ സുഖമിരുന്നാലോലമാലോലമായി. പൂവാലൻ കിളി നീ കുലുക്കി വിടുമീ വാലിന്റെ തുമ്പിൽ കിടന്നാവാം. ഭൂമി തിരിഞ്ഞിടുന്നതനുകമ്പാർഹം ഭവച്ചാപലം. പഞ്ചാരപ്പൊടിയോട് പാരമിടയും ദുർപദ്യങ്ങളേറെ ഭവാനയച്ചത് 25 പവേസാദരം. നെഞ്ചാരത്തിഹ വന്ന നേരം അതുനാ വാങ്ങിച്ചു വായിച്ചു ഞാൻ. നെഞ്ചാകെ തളർവ് നെഞ്ചാകെ കുതിപൂണ്ട് മന്ദമെഴുന്നേറ്റ് 5-6 ചാടിയിടിനേൻ. ോടുപാരമിടയും തൊട്പദ്യമിപ്പോൾ ഭവാൻ 5-6 കൊടുത്തയച്ചത് 25 സഹേസാദരം. എഞ്ചാരത്തിഹ വന്ന നേരം അതിനാ വാങ്ങിച്ചു വായിച്ചു ഞാൻ. നെഞ്ചാകെ തെളിവായി മന്ദമെഴുന്നേറ്റ് 5-6 ചാടിയിടിനേൻ. ഇപ്പഴാ ശരിയായി. ശരിയായി. MA പാസായ വിദ്വാൻ തൊഴിലിന് വഴികാണാതെ നട്ടം നടപ്പു. MBBS ചൊറിവനി വെറുതെ നോക്കി വീട്ടിൽ കഴിപ്പു. എന്താണ് ഈ എഞ്ചിനീയർക്കൊരു പണി? നെടുറോഡിന്റെ നീളം കുറിപ്പു. എന്തായാലെന്ത് നാട്ടിൽ പണിയണം ഇനിയും 100 കോളേജ് കൂടി. എന്തായാലെന്ത് വിദ്യാ ഭഗവതി വിളയാടാത്ത ദേശത്തെ മേന്മേൽ ചെന്താമാതെ എത്ര മാനിക്കിലും അതൊരു മണക്കാട്ടിനെ കാട്ടിൽ മോശം. എന്തായേ വഞ്ചി മറ്റുള്ളവ വരുകിൽ വരും ഭൂകിൽ ഭൂമി. ഈ സന്താനങ്ങൾക്ക് സാരസ്വത ഗണയരുളും സന്തതന്ത പ്രമോദം. എണ്ണാം നിൻപതി കാമദാസൻ നിൻപതി കാമദാസൻ ഇവതന്നാൽ കാമനെ ചുട്ടവൻ. പെണ്ണേ മല്ലനു കാലനാടുതോവൻ കിം കാലകാലൻ ശിവൻ. ഒണ്ണൻ വെണ്ണ കവർന്നവൻ നിൻവരൻ യോഗീശ്വരൻ മധ്വരൻ. കണ്ണൻ നിൻപതിയെങ്കിൽ എന്റെ കണവൻ കണ്ണൻ നോക്കണം. ഒട്ടക്കണ്ണുള്ള ഭൂമിപതിയുടെ സുതരോടേറ്റുടൻ 100-നെയും വെട്ടിഖണ്ഡിച്ചു കാണുന്നൊരു കഠിനരുഷ കാലദേവാലയത്തിൽ. ഒട്ടുക്കെണ്ണം കൊടുക്കൻ വിജയനു വരവും നൽകി വിട്ടോരു ചെന്തിക്കട്ടക്കണ്ണന്റെ തൃച്ചേവടി മമ കരളിൽ കണ്ടു കൈകൂപ്പിടുന്നേ. വർഷബിന്ദു സോമക്ലിന്ന പുതുമലർവതുക്ക സ്ഫുരിപ്പിച്ചിടുമ്പോൾ പ്രേമക്രോധക്ഷുഭിതഭവതി ബാഷ്പകാരാവിലംഘി ശ്രീമൻ മന്ദസ്മിത സുമുഖിയാകുന്നേ. പാടാമാനിമിഷൻ വരയ്ക്കു ഭഗവസ്തോത്രങ്ങൾ മറ്റൊക്കെയും പാടാനില്ല. അതുമൂലമൊരുവൻ നേടാനുമില്ലൊന്നുമേ.
മാറാണോ മനുജൻ മറന്നു പകലും രാവും രമിച്ചിടുവാൻ, കൂടാണോ ഭവനം ഭജിക്കുക ഹരേ നാരായണം നല്ല മോൾ. പണ്ഡിതാഖണ്ഡന അമൃത ഓർമ്മപരാഗമായി നരസിംഹവാമനമൂർത്തിയായി വത്സല പ്രിയരാമനായി ഭൃഗുരാമനായി ബലരാമനായി ഉത്സവത്തിനു കൃഷ്ണനായി കലിമത്സരത്തിനു കൽകിയായി ചിത്സുഗന്ധരമെന്റെ കൃഷ്ണ ഭവാന്റെ ലീലകളദ്ഭുതം. ഉന്മാനില്ലാഞ്ഞൊരു നാളൊരു പിടി അവിലും കൊണ്ടു ചെന്ന കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാളാദരായി ചോറു നൽകി. സമ്മോദം പൂണ്ടിരുന്ന മുരഹരൻ അവിലും തിന്നുപോരും ദശായാം ബ്രഹ്മാനന്ദം കുചേലൻ അനവധി ധനവും നൽകിനാൻ സൂനോ. സാധുക്കൾക്കിടയിൽ കുറച്ചു സമയം നിത്യം കഴിച്ചും കൊടും ക്രോധത്താൽ അലിവറ്റതായ പെരുമാറ്റം മേ ഭവിക്കാതെയും ശോധിക്കും രുചയും പരാജയവുമെൻ ശാന്തി പ്രസാദങ്ങളെ ബാധിക്കാതെയും എന്റെ ജന്മം അവസാനിക്കേണമേ ദൈവമേ. ശംഭോ ശങ്കര താണ്ഡവേ തവ ശിരോലങ്കാര സപ്പാവനേ മുണ്ടോത്തിൽ ശ്വസനേന തീവ്രമരുതാത്തുന്ന നേത്രജ്ഞ വെൺകൊറ്റക്കുടമേൽ വിയത്തുപൊഴിയും പീയൂഷമേറ്റു നിൻ കണ്ടേ മുണ്ടജമുണ്ടമാല നിയതം ഗായന്തി ചൊല്ലൂരരേ. ജ്ഞാനമൊരുക്കി വച്ചത് മുകിൽ ചീന്താൽ മറച്ചീ നിശപ്പെണ്ണമ്പാടിയിൽ നിന്നെയൊത്തു നെടുവിപ്പിട്ടോരു യാമങ്ങളിൽ കണ്ണാ പൈക്കളെ മേച്ചുകൊണ്ടു കരതാരെന്തും മുളം തണ്ടിനാൽ കർണാനന്തര സംജുരത്തിലവിടും നെറ്റീലയോ നിത്യവും. ചടപ്പും പൊയ്ക്കോട്ടെ ഇടേണ്ടാമലമതിലൊരു കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും കാവലിന്റെ പ്രയോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേ. നന്ദിപ്പയറ്റുമുറയെന്നിരുവേൾക്കുള്ളിൽ തോന്നിയിടുമാറു തടവിൽ പിഴവച്ചിടാതെ നിന്നീടിനാൽ പൊരുതിയൊട്ടിട പിന്നെ വാട്ടം വന്നീലവമ്പുടയ രണ്ടെതിരാളിമാർക്കും. നിത്യവും ഭുജിക്കാവതായി പല പദാർത്ഥമില്ലയോ പാവമീ നിരവരാധിപത്യയെ കൊള്ളുവതെന്നേനും മനുഷ്യഘട്ടമേ. നിമിഷം വരയ്ക്ക് ഭഗവസ്തോത്രങ്ങൾ മറ്റൊക്കെയും പാടാനില്ല, അതുമൂലം മുഴുവൻ നേടാനുമില്ലൊന്നുമേ. മാറാണോ മനുഷ്യൻ മറന്ന് പകലുണ്ടാവന്റെ വിട്ടിയിടുവാൻ, കൂടാണോ ഭവനം ഭരിക്കുവരേ നാരായണൻ നല്ല ചാമരം തഴനിറം കലർന്ന പലവാദ്യവും 100 നവസുന്ദരാദികൾ വിളക്കിടുത്തു പിറകെ മുതാ ഭക്തിയോടു പദപങ്കജം തൊഴുതു ലോകത്തിങ്ങി നടയെങ്ങുമേ ചിത്രമേ തിരുവനന്ത നൽപുരമമർന്ന ശിവരി മഹോത്സവം. ദോഷതാം സുസാഹിതീം സുപുത്രതാം സമായുധായുരഷ്ടഭ്യൂതിമർപ്പിതൈദിഗോനിരാൻ പശുവ സംഭാരനാഥമയി വമ്പാകമാക്കിയ ഹരേ
അമ്പോടു ദൈത്യകുലമമ്പേ തകർത്തത നിരിപ്പാദികൾക്ക് തുണയായി അമ്പാന്നുവാണ കഥയമ്പാടുമെന്നി ഭയകമ്പാതി നീതിയകം സമ്പൂർണമാക്കുകരുകമ്പാതിഥേ കാതെടുത്തോരമൃതിനു സമമാം നല്ലിറങ്ങൾ ചില്ലിൻ വെള്ളക്കാതിൽ പകർന്നങ്ങനെ ികരമാം മത്സ്യമാംസാദി കുട്ടി ചില്ലും തോതിൽ ചെലുത്തി കളിചിരികൾ തമാശത്തു മേളിപ്പതേക്കാൾ തുറലോകത്തും ലഭിക്കില്ലുപരിയൊരു സുഖം വേദാന്തമേ പോലെ പഠിച്ചോരമൃതിന് സമമാം നല്ലിനം ശ്ലോകം അർത്ഥം തെല്ലും ചോരാതെ ശബ്ദസ്ഫുടതയുചിതം ഭാവഭംഗ്യാദി കൂട്ടി ചൊല്ലും തോതിൽ സ്വദിക്കും സകൃതേരൊരുമിച്ചയ്യ മേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കില്ലുവരി ഒരു സുഖം പോകപോ മധ്യമേ യാ സൃഷ്ടി സൃഷ്ടുരാദ്യാവഹതി വിധിഹുതം യാഹോത്രി ഏത്വേ കാലം വിദഗ്ധ ശ്രുതി വിഷയമായാപ്യ വിശ്വം യാമാഹു സർവഭൂത പ്രകൃതിയാ പ്രാണിനാ പ്രാവന്ത കരിവളകടകം കാഞ്ചിപൂജ്യലമാല അന്യശ്രീവത്സൽക്കൗതുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗതാപങ്കജവിധി വിലസും നാലു തൃക്കൈകളോടും സങ്കീർണശ്യാമവർണം ഹരിവപുരമലം പൂരയൻ മംഗളം കുടം ചന്തമോടു നടമാടിയും ഋതുനിതംബമണ്ഡലമുലഞ്ഞുമേ ചെന്തളിർത്തനു തളർന്നിടും പടി ശരീരമന്തിരവിജന്തിയേ ഇലക്ഷനാർന്ന പുളകം നമുക്കരുതമോ ഭദ്രിരനേ ശ്രീയേ മധീയേ ഗതാവായേ ഗീതഭയേ വിലാസനിരപ്രായേ മഹേശപ്രിയേ തായേ വിഷയേ ചിതാഗ്രജ്ഞായേ ഹേ ജിന്മയച്ഛായേ ദേവി ദയാലേ നീയേ സഹൃദയേ നീയേ ഗുരുശ്രേയ സൗന്ദര്യേ കാമകോടി പ്രതിഫലവപുഷം ചന്ദ്രകാരുളിവേണിയും ശശികതക്കീറ്റും നിഷാടാന്വയം നീറ്റും നെഴ്മിഴിയും കഴുത്തിരിഴയും ചീറ്റുന്ന നാഗങ്ങളും മാറ്റന്മാർക്കതിഭീതിതം തവ വപുസ്സുറ്റോർക്കു ഹർഷപ്രദം തെറ്റാതൻ ഹൃതികോന്നു വൻകനിയണേ തെറ്റാറ്റുകാലംബികേ ഈശോ എന്നോടടുത്തു ഹൃദയമതിതരം ശീഘ്രമായി തുടിച്ചു നാശത്തിൻ നാശകത്താവാശത്തിനെല്ലാം കൊടിയൊരു കുറുവാളായുള്ള ആശ്ലേഷത്താൽ അതിപരവശനായി തീർന്നു ഞാൻ ക്ഷണത്തിൽ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോപനീയം പീയൂഷാകാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം കാരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്വൈ വിലസമുപനിഷസുന്ദരീ മണ്ഡലൈശ്ച മാലാൽ വദന സരസിജം വാടിയാൽ ഭംഗി ദേശം വേടിച്ചാൽ ഭംഗി കോപിച്ചലറിലകളകൂട്ടിയിലത്യന്ത ഭംഗി എണ്ണത്തിൽ കണ്ണെഴുത്തിൻ സലിലമൊഴുകിയാൽ ഭംഗി കോഷ്ടിത്തമെന്തും കോഷ്ടത്തിൽ പ്രേക്ഷനാകും മുരങ്ങു ഭഗവാൻ കാട്ടിയാൽ ഭംഗി മാത്രം രാഗഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃതാളമേളന മനോഹരം പാണി സംഗണിത കങ്കണം ജമുരം സലംബിതകരാംബുജം ശ്രോണി ബിംബജലംബരം ഭജനരാസ
സകേളിരസണം പാടചൂടും കുസുമശരമതക്ഷീരമെന്തുന്ന തൂതയ്ക്കാരാലക്ഷ്യമാകും മമതയുടെ നറും വെണ്ണ സൂക്ഷിച്ച പാത്രം ആറോളം തട്ടിതേ മട്ടമരുമൊരുറിയാണെന്മനം കണ്ണ കാടിക്കേറാൻ വയ്യെങ്കിൽ നീലക്കടവിൽ കടകോലാക്കിയാലും പാലോ. സദസ്സ് ഒരു ആശംസ പറയുന്നതിന് വേണ്ടിയിട്ട് വളരെ ഒരു സർവകലാവല്ലഭനായ ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കാനുള്ളൊരു കഴിവില്ല, ഞാൻ അശക്തനാണ്. എങ്കിൽ പോലും ഇന്ന് അനിൽ, ഇളവൂർ അനിൽ എന്ന് പറയും. ഇദ്ദേഹം ഒരു ചാക്യാർ കൂട്ട് നടത്തുന്ന ആളാണ്. പല ഭാഗങ്ങളിൽ നിന്നും അതിന് പുരസ്കാരങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള ആളാണ്. അനിലിനെയാണ് സ്നേഹപൂർവ്വം പ്രമോദിൻ്റെ വളരെ സമീറിൻ്റെ ഞങ്ങളുടെ ഈ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം കുടുംബമായിട്ടാണ് വന്നത്. കുഞ്ഞിരി ഇവിടെ ഉണ്ട്, പിള്ളേർ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പല പല പരിപാടികളും ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ ഇതിൻ്റെ ആശംസയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഗോപിസാർ ഇപ്പോൾ പാടിയ ഒരു ശ്ലോകം തന്നെ അനിലിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ്. അത് എന്നോട് ഇപ്പം പറഞ്ഞായിരുന്നു, എനിക്കത് അറിഞ്ഞുകൂടാ പാടാനായിട്ട്. അപ്പോൾ അനിൽ ഇളവൂർ പ്രദേശത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ അനിലിൻ്റെ അവതാരങ്ങളെ കുറിച്ച് അനിൽ തന്നെ പറയട്ടെ എന്നുള്ളതാണ്. സന്തുഷ്ടരായ ഗുരുജനങ്ങളെ, ഏറ്റവും സ്നേഹനിധിയായ അച്ഛനമ്മ സമീറേട്ടന്റെ അച്ഛനും അമ്മയാണ്. പരിചയപ്പെട്ട നാള് മുതൽ അച്ഛൻ അമ്മ എന്ന് തന്നെയാണ് വിളിച്ച് ശീലിച്ചതും ഇനിയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നതും. വാക്കുകൾ കൊണ്ട് മാനമാടി അക്ഷരക്കൂട്ടങ്ങളെ ചേർത്ത് സ്മൃതിയിൽ മൃതി വരാതെ കണ്ട് എന്നും ഈ വായുവിൽ അക്ഷരപ്പൂക്കളെ പൂജിക്കുന്ന സജ്ജനങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശംസയും സ്നേഹവും. എന്റെ ഓർമ്മയില് ഇങ്ങനെ സജ്ജനങ്ങൾ കൂടുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് ഒരിക്കൽ ഇതുപോലെ തന്നെ ഒരു 100 വയസ്സായ വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂരാണ്. അവിടെ ഇങ്ങനെ യാദൃശ്ചികമായി ഞാൻ ചെന്നതാണ്. ഇപ്പോ രവികൊച്ചൻ ചെയ്ത പോലെ വേദിയിൽ നിന്ന് വിളിച്ചു, അനിൽ 1 മിനിറ്റ് ഒന്ന് വരൂ, 2 വാക്ക് ഒന്ന് സംസാരിച്ചിട്ട് പോവൂ പറഞ്ഞു. എനിക്ക് എന്താ മനസ്സിൽ വന്നു വെച്ചാൽ, വാക്കുകൾ എന്ന് പറയുന്നത് ഈശ്വരനാണ്. അക്ഷരം നാശമില്ലാത്തതാണ് വാക്കുകൾ. അപ്പോ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയാന്നുള്ളതാണ് എന്റെ പണ്ടുമുള്ള ശീലം, ഇപ്പോഴുമുള്ള ശീലം. ഒന്നും കൊണ്ടുവരാറുമില്ല, ഒന്നും നമ്മൾ കൊണ്ടുപോവുകയില്ല. അന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ 100 വയസ്സായ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പോവോ എന്റെ കൂടെ? അതിനെന്താ തിരുമേനി, വരാലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ പോയി. കുറച്ചു നേരം ഇരുന്ന് പറഞ്ഞപ്പോ, നിങ്ങളിങ്ങനെ അനേകായിരം ശ്ലോകങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഓരോ അക്ഷരക്രമത്തില് 10 പേര് ചൊല്ലുമ്പോൾ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലാൻ പറ്റുക. അദ്ദേഹം ഇങ്ങനെ അനർഗള നിർഗളമായ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ശ്രയിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ശ്ലോകം ചൊല്ലുകയാണ് അദ്ദേഹം. വളരെ പെട്ടെന്നാണ് ആ ശ്ലോകം ചൊല്ലണത്. ഇന്ദ്രദ്വക്ഷമമന്ധപൂർവമുദതിം പഞ്ചാനനം പത്മജം അബ്ധിം ശുദ്ധജലം സിതം ശിവകളം ലക്ഷ്മീപതിം പിംഗളം ശൈലാൻ പക്ഷധരാൻ ഹയാനപി തഥാ കാമൻ ശതദ്വിഗ്രഹം ജാനേ സർവമഹം പ്രഭോ രഘുപതേ ദത്താപഹാരം വിനാ. എന്തൊരഹങ്കാരമാണല്ലേ! അടുത്ത വാചകാണ് അദ്ദേഹത്തിന്റെ. ഞാനിങ്ങനെ സന്ധ്യക്ക് താമര പൂവ് കൂമ്പി നിൽക്കണ പോലെ ഇങ്ങനെ അമൃത് കേൾക്കണ പോലെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വാചകം. എന്തൊരു അഹങ്കാരമാണല്ലേ ജാമ്പവാന്റെ! ഞാൻ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഒന്നും കൂടി അടുത്തിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഒരിക്കൽ
ശ്രീരാമചന്ദ്രൻ രാവണവധം കഴിഞ്ഞ്, രാമായണ മാസമാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് പറയാൻ നിശ്ചയിച്ചത്. ഇപ്പൊ രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരി ഇങ്ങനെ ചുറ്റി കാണുകയാണ്. ഇപ്പോ വിഭീഷണനും ഉള്ളില് ഗർവുണ്ട്. കാരണം രാവണവധം കഴിഞ്ഞ് വിഭീഷണ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോഴാണ് വിഭീഷണനും മനസ്സിലായത് തന്റെ ജ്യേഷ്ഠൻ കേമൻ തന്നെയായിരുന്നു. രാമൻ കേമനാണെങ്കിൽ ജ്യേഷ്ഠനും കേമൻ തന്നെയായിരുന്നു. അപ്പോഴാണ് രാമനോട് പറയുന്നത്, സ്വാമി, എന്റെ ജ്യേഷ്ഠൻ സംരക്ഷിച്ചു പോന്ന ഈ പൂങ്കാവനം നമുക്കൊന്ന് കാണണ്ടേ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശ്രീരാമദേവൻ ആ ലങ്കാനഗരിയെ ഇങ്ങനെ കൊട്ടാരങ്ങളും അവിടുത്തെ പൂക്കളും ഏത് ഋതുക്കളിലും വിരിയുന്ന പുഷ്പങ്ങളെല്ലാം കണ്ടിങ്ങനെ പോകുമ്പോ അതിമനോഹരമായ തിളങ്ങുന്ന ഒരു കല്ല് കിടക്കണ കണ്ടപ്പോ അവിടത്തേക്ക് ഓടി 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 ചെല്ലുകയാണ് രാമൻ. അപ്പൊ നോക്കുമ്പോ ചന്ദ്രകാന്തക്കല്ലാണ്. രാവണൻ തന്റെ പാദങ്ങളെ തേച്ച് കഴുകുന്ന കല്ലായിരുന്നു അത്. ആ കല്ലിന്റെ കൗതുകം കണ്ട് രാമൻ സൂക്ഷ്മത നോക്കണ കണ്ടപ്പോ ജാമ്പവാൻ അരുതേ, അവിടെയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. അങ്ങയുടെ അച്ഛൻ ദശരഥന്റെ അച്ഛൻ അജാവോ, അങ്ങനെ നിങ്ങളുടെയൊക്കെ അച്ഛന്മാരുടെ മുതുമുത്തശ്ശനെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇതുവരെ രഘുവംശത്തിൽ പിറന്ന ആരും കൊടുത്തത് തിരിച്ചു മേടിച്ചിട്ടില്ല രാമ. അരുതേ. രാമനൊന്ന് നോക്കി വെറുതെ വീണ്ടും നടന്നു. ഉദ്യാനമൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങാൻ പുഷ്പക വിമാനം വന്ന് നിന്നു. സീതാദേവിക്ക് കാലത്തിനില്ല പുഷ്പവിമാനത്തിലേക്ക് കയറാൻ. രാമന്റെ കണ്ണുകൾ ഒട്ടും സംശയമില്ലാതെ ആ ചന്ദ്രകാന്തക്കല്ലിൽ ചെന്ന് പതിച്ചു. അപ്പോഴും ജാമ്പവൻ, അരുതേ രാമ, അരുതേ. എന്താ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ലല്ലോ. കാരണം ആ ചന്ദ്രകാന്തക്കല്ലൊന്ന് വലിച്ചിട്ടാൽ സീതാദേവിക്ക് സുഖമായിട്ട് പുഷ്പവിമാനത്തിൽ കയറിയിരിക്കാലോ എന്നുള്ളതാണ് രാമൻ ചിന്തിക്കുന്നത്. പക്ഷെ ജാമ്പവാൻ ചിന്തിക്കുന്നത് അതല്ല. രാവണവധം കഴിഞ്ഞപ്പോ ലങ്ക രാമന്റേതായി. വിഭീഷണനെ രാമൻ സ്വയം പട്ടാഭിഷേകം ചെയ്യിപ്പിച്ചപ്പോ അത് വിഭീഷണന്റേതായി. ഇപ്പോ കൊടുത്ത പിന്നെ തിരിച്ചു മേടിക്കാൻ പാടില്ല. അതാണ് ശാസ്ത്രം. ഇത് ധനശാസ്ത്രമല്ല കേട്ടോ. നമ്മളെപ്പോഴും വിചാരിക്കും ഇത് കൊടുത്താൽ തിരിച്ചു മേടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തും കൊടുത്താൽ അങ്ങനെയാണോ? ധനശാസ്ത്രം അല്ല അത്. അത് ഏത് ശാസ്ത്രമാണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാധനം സർവധനാൽ പ്രധാനം. കൊടുത്താൽ മാത്രം മതി. വിദ്യ കൊടുത്തുകൊണ്ടേയിരിക്കുക, തിരിച്ചു മേടിക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് യഥാർത്ഥത്തിൽ കൊടുത്താൽ തിരിച്ചു മേടിക്കരുത് എന്ന് പറയണേ. പക്ഷെ ഇവിടെ രാമൻ അത് കേട്ട് നിൽക്കുമ്പോ വീണ്ടും രാമന് ആശങ്കയുണ്ടെന്ന് മനസ്സിലായപ്പോ ജാമ്പവാൻ ചൊല്ലിയ ശ്ലോകമാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. വിവരിക്കണോ? ഇന്ദ്രത്വക്ഷമമന്ധപൂർവമുദതിം. അല്ലയോ രാമ, അച്ഛന്റെ അങ്ങയുടെ കുടുംബ പാരമ്പര്യമൊക്കെ പോട്ടെ, ദേവേന്ദ്രന് 2 കണ്ണുള്ള കാലം ഞാൻ കണ്ടിട്ടുണ്ട്. അതിമനോഹരായിരുന്നു ആ കാലത്ത്. അഹല്യയോടുള്ള മോഹം കൊണ്ട് പിന്നാലെ നടന്ന് എരന്ന് മേടിച്ചതാണ്. അതെ, അപ്പോ കഥയൊക്കെ അറിയാലോ. പഞ്ചാനനം പത്മജം, ബ്രഹ്മാവിന് 5 മുഖങ്ങളുള്ള കാലം എനിക്ക് നന്നേ ഓർമ്മയുണ്ട് രാമ. അബ്ധിം ശുദ്ധജലം, ഈ സമുദ്രജലമാകുന്ന ജലം മുഴുവൻ ശുദ്ധമായി ഇരുന്ന ജലമായിരുന്ന ഒരു കാലം. പാലാഴി മഥനം ചെയ്യുന്നതിന് മുൻപ് സമുദ്രജലം മുഴുവൻ ശുദ്ധജലായിരുന്നു അത്രേ. ആ പാലാഴി മഥനം ചെയ്ത് കടഞ്ഞ് ആ ജലം മുഴുവൻ ഉപ്പുരസമേറി പുളിപ്പേറി ഉപ്പായി മാറിയതാണെന്ന് കഥകൾ പറയണു. അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സിതം ശിവകളം, ഓരോ യുഗത്തിലും ഭഗവാൻ ഓരോ നിറത്തിലാണ് അവതരിക്കുക. അപ്പോ ശിവന്റെ കണ്ഠങ്ങൾ വെളുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. കാളകൂട വിഷത്തിന് മുമ്പ് ഞാൻ ശിവനെ കണ്ടിട്ടുണ്ട്. ലക്ഷ്മീപതിം പിങ്കളം, അതാണ് ഓരോ യുഗത്തിലും ഭഗവാൻ ഓരോ നിറത്തിലാണ് അവതരിക്കുക. അപ്പൊ പിങ്കളവർണ്ണനായ ഭഗവാനെ കൃതയുഗത്തുങ്കൽ ഞാൻ കാണാണ്ടായിട്ടുണ്ട്. ലക്ഷ്മീപതി പിങ്കളം, ശൈലാൻ പക്ഷധരാൻ, പർവ്വതങ്ങൾ പറന്നു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശൈലാൻ പക്ഷധരാൻ ഹയാനവിധത, കുതിരകളും പറന്നു നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കാമൻ തദ്വിഗ്രഹം, കാമദേവനെ ഉടലോടുകൂടി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ.
പാർവതി പരിണയത്തിന് മുമ്പാണ് കാമദേവന് ഉടല് ഉണ്ടായിരുന്നത്. അതിനുശേഷം കാമബാണം അയക്കാനായിട്ട് ഭഗവാന്റെ നേരെ ഒന്ന് നോക്കിയുള്ളൂ, ഒരു പുഷ്പമെടുത്ത് ലക്ഷ്യം പിടിച്ചേ ഉള്ളൂ, തൃക്കണ്ണ് തുറന്ന് ഭസ്മാക്കി കളഞ്ഞു എന്നാണ് പറയണത്. ഇതിനൊക്കെ സാരം വേറെ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ചൊല്ലുകൾക്കൊക്കെ സാരം വേറെ ഉണ്ട്. അപ്പോ ഇത് മാത്രല്ല, അങ്ങ് കൊടുത്തത് തിരിച്ചു മേടിക്കാന്ന് കേൾക്കുമ്പോ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് അരുതേ 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 ദത്താപഹാരം വിനാ. രാമൻ ഒന്നും കൂടി നോക്കി എല്ലാവരെയും കയറ്റിയിരുത്തി. രാമന് സംശയം മാറ്റി കൊടുക്കണല്ലോ. വികാരം ചെയ്യൂ, ജാമ്പവാൻ കൂടെ പോന്നു. നേരെ പുഷ്പവിമാനത്തിലേക്ക് ജാമ്പവാനെയും കയറ്റിയിരുത്തി. അതൊക്കെ ചെറുകഥകളൊക്കെ പറഞ്ഞ്, കുട്ടിക്കഥകളൊക്കെ പറഞ്ഞ്, അക്ഷരശ്ലോകമൊക്കെ ചൊല്ലി ഇങ്ങനെ സമുദ്രത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ സുഖമായിട്ട് പോകുമ്പോ കയ്യ് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ എന്താ പറയാ, വേദന എടുക്കൂലോ, ഒന്നിങ്ങനെ കുടഞ്ഞപ്പോ അറിയാണ്ട് തിരുവാഴി മോതിരം സമുദ്രത്തിലേക്ക് പോയി. ജാമ്പവാന്റെ വേഗത എന്ന് പറയുന്നത്, വാമനൻ പൂർണ്ണരൂപത്തിൽ നിൽക്കുമ്പോ നിമിഷാർത്ഥ നേരം കൊണ്ട് 18 ആവർത്തി ചുറ്റി വന്നു എന്നാ പറയണേ. ആലോചിച്ച് നോക്കൂ, 3 ലോകങ്ങളും ഓരോ ലോകവും ഓരോ അടിയായി അളക്കാൻ മാത്ര രൂപത്തിൽ നിൽക്കുന്ന ആളെ നിമിഷാർത്ഥ നേരം കൊണ്ട് 18 പ്രാവശ്യം ചുറ്റി വരണമെങ്കിൽ ആ വേഗത എന്തായിരിക്കണം? ജാമ്പവാൻ പറ്റിയില്ലോ, തിരുവാഴി പോയില്ലോ, ഇനിയിപ്പോ ശുഭകാര്യത്തിനല്ലേ പോണത്, തിരുവാഴി വേണ്ടേ, ഒന്ന് ചെല്ലൂ. കേട്ടവാദി കൊടുത്തു ജാമ്പവാൻ ഒരു ചാട്ടം സമുദ്രത്തിലേക്ക്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോ മോതിരം വരുന്നത് മുകളിലേക്കൊക്കെ ഇപ്പൊ കാണാനില്ല. കാരണം മോതിരത്തിന് മുമ്പേ ചെല്ലുന്നാണ് ധാരണ. പക്ഷെ നോക്കിക്കുമ്പോ മോതിരം വരണില്ലേ. കുറച്ചു നേരം നോക്കി, പിന്നെ താഴേക്ക് നോക്കി. അപ്പൊ അപ്പോഴാണ് താഴെ നോക്കാൻ തോന്നുന്നത്. താഴെ നോക്കുമ്പോ ഒരു മോതിരം കിടക്കേണ്ടിടത്ത് ഒരു 300 പറ കൊള്ളുന്ന 300 കുന്നു മോതിരങ്ങൾ കാണുന്നുണ്ട്. ഏയ്, എവിടുന്ന ഈ മോതിരം? നോക്കുമ്പോ ഒക്കെ തിരുവാഴി പോലെ ഉണ്ട്. ഇത് എവിടുന്നാ? ഇത് ആരുടെയാ? അത് ഇതില് രാമന്റെ മോതിരം ഏതാ? ഇതൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് കുറച്ച് കഴിയുമ്പോ ജലസമാധിയിലിരിക്കണ പോലെ ഒരു യോഗീശ്വരൻ ഇരിക്കുകയാണ്. നേരെ ഓടിച്ചെന്നു ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നാ പറയണ യോഗീശ്വരൻ. കണ്ണു തുറന്നു. എന്താ ജാമ്പവാൻ? ശ്രീരാമസ്വാമിയുടെ തിരുവാഴി മോതിരം ഒന്നുകൊണ്ട് വീണു. അതൊന്ന് കാട്ടിത്തന്നാ തിരക്കില്ല. അത് രാമന് കൊണ്ട് കൊടുക്കാനാണ് ഞാൻ ഇത് അന്വേഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞയച്ച് ദൂതനായിട്ട് വന്നതാണ് ഞാൻ, അതുകൊണ്ടാണ്. ഇതിനെന്താ എടുത്തോളൂ. അല്ല, അതിപ്പോ ഇതൊക്കെ രാമന്റെ മോതിരങ്ങളാണ്. അല്ല, അത് ഇപ്പൊ വീണ മോതിരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉത്തരാർത്ഥ ഭാഗത്തങ്ങാൻ പോയി നോക്കൂ, കിട്ടിയാലായി. ഉറപ്പ് ഞാൻ പറയില്ല. ഈ കാണുന്ന മോതിരങ്ങളൊക്കെ ശ്രീരാമദേവൻ ഓരോ യുഗത്തിലും വന്നു പോകും. തന്റെ കർമ്മം കഴിഞ്ഞു പോകുമ്പോ തിരുവാഴി ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച മോതിരങ്ങളുടെ കുന്നാണ് ഈ കാണുന്നത്. രാമനോട് ജാമ്പവാൻ പറഞ്ഞത് ഒരു പരാർത്ഥത്തിന്റെ കാര്യം. അനേകായിരം പരാർത്ഥങ്ങൾ കഴിഞ്ഞിരിക്കണു രാമദേവൻ എന്നുള്ളത് ജാമ്പവാന് മനസ്സിലാക്കാൻ സമുദ്രാന്തര ഭാഗത്ത് പോകേണ്ടി വന്നു. ജാമ്പവാൻ മനസ്സിൽ ഓർത്തു, താൻ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകര. ജാമ്പവാൻ അവിടെ നിന്ന് നേരെ വന്ന് കാണുന്ന കാഴ്ച ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഒരുങ്ങുന്ന സത്സംഗ സദസ്സാണ്. സംശയങ്ങളെല്ലാം ജാമ്പവാന്റെ അതോടുകൂടി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്.